റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെ വി.ഡി. സതീശനെ പരിഹസിച്ച് ബി.ജെ.പി നേതാവ് അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ്. വി.ഡി. സതീശന് പുല്ലുവിലയാണ് പാലക്കാട്ടെ ഷാഫി വിഭാഗം നൽകുന്നത്. രാഹുലിനെ പാലക്കാട് നഗരസഭയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ലെന്നും കൃഷ്ണദാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നിലപാടിന് പുല്ലുവിലയാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ കണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ശ്രീ ഷാഫി പറമ്പിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നഗരസഭയുടെ പരിപാടികളിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ക്ഷണിക്കാനൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. അടൂരിലെ വീട്ടിലെത്തി ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളെ ഭാരവാഹികളായ ആളുകളൊക്കെ പോയി ക്ഷണിക്കുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ക്ഷണിച്ചിട്ടുണ്ട്. ശനിയാഴ്ച പോകുമെന്നും കേൾക്കുന്നു. വന്നാൽ എന്താകും അവസ്ഥ? സുജയ, അതായത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റി അധ്യക്ഷൻ സി.വി. സതീഷിന്റെ നേതൃത്വത്തിൽ 6 അംഗ സംഘം ഇന്നലെയാണ് രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചത്. അത് പിന്നീട് വലിയ രീതിയിൽ വിവാദമായിരുന്നു. DCC തന്നെ ആ വിഷയത്തിൽ വലിയൊരു എതിർപ്പ് അല്ലെങ്കിൽ അതൃപ്തി ഉണ്ട്. ഇപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ബി.ജെ.പി ഈ കോൺഗ്രസ് നേതാക്കളുടെ രാഹുലിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീഷിനെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഷാഫി പറമ്പിലിന്റെ അനുകൂലികളാണ് ഇപ്പോൾ ഇത്തരത്തിൽ രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുള്ളത്. ഷാഫി വിഭാഗത്തിൽ പെടുന്ന നേതാക്കൾ, പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ പുല്ലുവിലയാണ് പ്രതിപക്ഷ നേതാവിന് നൽകുന്നതെന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ് ഇപ്പോൾ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, രാഹുലിനെ പാലക്കാട് മുനിസിപ്പാലിറ്റി യാതൊരു രീതിയിലുള്ള പരിപാടികളിലും പങ്കെടുപ്പിക്കില്ല. രാഹുൽ കാരണം പാലക്കാട്ടുകാർ ഇപ്പോൾ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയിലാണ്. ഇനി രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ അത് ഒരുപാട് പ്രക്ഷോഭങ്ങൾക്കും അതുപോലെ തന്നെ സംഘർഷങ്ങളിലേക്ക് വഴിവെക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട്ടേക്ക് വരരുത് എന്നുൾപ്പെടെ അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ് പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും പരിഹസിക്കുകയാണ്. അതായത് കോൺഗ്രസ് KPCC നേതൃത്വം രാഹുലിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് പാലക്കാടാണെങ്കിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നു. രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ പ്രതിരോധ കവചം തീർക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ഇരട്ടത്താപ്പ് നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏതായാലും രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ കാണേണ്ടി വരും രാഹുൽ എന്നും അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുജയ.